കാൽസ്യവും മിനറൽസും വൈറ്റമിൻസിനും പുറമെ വ്യത്യസ്തങ്ങളായ അനേകം ചേരുവകൾ മിൽക്ക് ബീറ്റയിൽ അടങ്ങിയിട്ടുണ്ട്. മിൽക്ക് ബീറ്റ 2 കിലോയ്ക്ക് 360 രൂപ, 5 കിലോയ്ക്ക് 890 രൂപ, 20 കിലോയ്ക്ക് 2980 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നല്ലത് മാത്രം നൽകുന്നവയ്ക്ക് ഏറ്റവും നല്ലത് നൽകൂ. മിൽക്ക് ബീറ്റ. പള്ളുരുത്തി കച്ചേരിപ്പടി കോർപ്പറേഷൻ ഗ്രൗണ്ടിൽ പാമ്പ് ശല്യം രൂക്ഷം. വളർന്നു നിൽക്കുന്ന പുല്ലുകൾ വെട്ടിക്കളയണമെന്ന ആവശ്യം ശക്തം. പള്ളുരുത്തി കച്ചേരിപ്പടി കോർപ്പറേഷൻ ഗ്രൗണ്ടിൽ പാമ്പ് ശല്യം രൂക്ഷം. ഇവിടെ പുല്ലുകൾ വളർന്ന കാട് പിടിച്ചു കിടക്കുന്നതിനാലാണ് പാമ്പ് ശല്യം രൂക്ഷമായി മാറിയത്. വൈകുന്നേരങ്ങളിൽ നിരവധി കുട്ടികളാണ് ഇവിടെ ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുവാനെത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു അണലിപ്പാമ്പിനെ കണ്ടിരുന്നു. വലിയ പാമ്പായിരുന്നോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു അന്നേരം? നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു ആ സമയത്ത്? പാമ്പിനെ കണ്ട സമയത്ത് ഫുട്ബോൾ കളിക്കുമായിരുന്നു. എത്ര മണിക്കായിരുന്നു ഇത്? രാവിലെ ആയിരുന്നു. ഓക്കെ, ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്? ഓക്കെ, അപ്പം മക്കൾ അവിടെയൊക്കെ ആ സൈഡിലൊക്കെ പന്ത് പോകാറുണ്ടോ? ഓക്കെ സാർ, ഇതാണ് കണ്ടീഷൻ. ഇപ്പം ഈ ക്ലൈമറ്റ് നമ്മുടെ അങ്ങനെയാണ്, ചൂട് ക്ലൈമറ്റാണ്, പാമ്പ് ഇറങ്ങാറുണ്ട്. അപ്പം നമുക്ക് അതിനെ എങ്ങനെയെങ്കിലും ഈ സ്ഥലത്തെ ഈ ഗ്രാസ് ക്ലീൻ ചെയ്താൽ, ഈ പുല്ല് വെട്ടിക്കളഞ്ഞൊന്ന് വൃത്തിയാക്കിയാൽ, ഗ്രൗണ്ട് ഒന്ന് ക്ലീൻ ചെയ്താൽ, ഓൾമോസ്റ്റ് പകുതി ഗ്രൗണ്ട് ക്ലീൻ ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സൈഡെല്ലാം ഗ്രാസ് ഉണ്ട്. അതൊന്ന് വെട്ടിക്കളഞ്ഞ അവിടെ കരിങ്കല്ലുകളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് മാറ്റിക്കളഞ്ഞാൽ അതൊന്ന് സേഫ് ആവും. ഇത് കുട്ടികളിൽ ഏറെ ഭയമാണ് വരുത്തിയിരിക്കുന്നത്. പുല്ലുകൾ വെട്ടി നീക്കി ഗ്രൗണ്ട് നന്നാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. ഇത് കോർപ്പറേഷനാണ് മാനേജ് ചെയ്യുന്നത്. ഇതിന് 4 ചുറ്റും ഒത്തിരി പുല്ലുണ്ട്. ഇപ്പോൾ ഒത്തിരി കൊച്ചു കുട്ടികളെ, 12 വയസ്സിന് താഴെയുള്ള കുട്ടികളും ഒത്തിരി ക്ലബിലെ കുട്ടികളൊക്കെ ഇവിടെ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു റസൽ വൈപ്പർ, ഒരു അണലിയെ ഈ കുട്ടികൾ കണ്ടുപിടി. അപ്പോൾ അത് വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. കൊച്ചുകുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾക്ക് ഇത്രേ റിക്വസ്റ്റ് ഉള്ളൂ, ഈ സ്ഥലത്തെ ഈ ഗ്രാസ്, ഈ പുല്ല് വെട്ടി ഇതൊന്ന് ക്ലീൻ ചെയ്യണം. കാരണം എന്തെങ്കിലും ഒരു അബദ്ധം, എന്തെങ്കിലും ഒരു അപകടം വന്നാൽ നമുക്ക് അതിനെ ഒന്നും പരിഹരിക്കാൻ പറ്റില്ല. അതിനു മുമ്പ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നതിന് മുമ്പ് എന്തെങ്കിലും നമുക്ക് പ്രിവെൻറ്റീവ് ആക്ഷൻ എടുക്കണം. ഒരു അപകടം വന്നു കഴിഞ്ഞിട്ട് പറയുന്നതിനേക്കാൾ നല്ലത് അപകടം ഇല്ലാതാക്കുന്നതാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അടിയന്തരമായി കച്ചേരിപ്പടി ഗ്രൗണ്ടിലെ പുല്ലുകൾ വെട്ടി നീക്കി പാമ്പ് ശല്യം ഒഴിവാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. കുട്ടികളെ ഇവിടെ പാമ്പിനെ കണ്ടെന്ന് ഞാനൊരു വീഡിയോ കണ്ടു. അത് ശരിയാണോ? എപ്പോഴാണ് കണ്ടത്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ? ഞങ്ങൾ വൈകുന്നേരം എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചേട്ടനുണ്ട്, ഷാജി എന്ന് പറയാം. പുള്ളിക്കാരൻ്റെ അടുത്താണ് പിള്ളേർ പറഞ്ഞത്, ഇതേപോലെ പാമ്പിനെ കണ്ടു, പാമ്പ് കടിക്കാൻ ഓടിച്ചിട്ട് പാമ്പിനെ ഇങ്ങനെ കണ്ട് പാമ്പ് അതുവഴി പോകണമായിരുന്നു. അപ്പോൾ പിള്ളേർ ഇങ്ങനെ അനക്കം കണ്ടിട്ട് വീണ്ടും ചെന്നപ്പോൾ പാമ്പാണെന്ന് മനസ്സിലായി. പിന്നെ പിള്ളേർ അവിടെ നിന്ന് ഇങ്ങനെ ചെറിയ ഓടിയെന്നാണ് പറഞ്ഞത് ആ ചേട്ടൻ. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ അപ്പുറം ആ ഫീൽഡിൻ്റെ 4 ചുറ്റും ഓടുമ്പോൾ പല പ്രാവശ്യം ബോളൊക്കെ എടുക്കാൻ പോകുമ്പോൾ പാമ്പിനെ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട്. ഷാജി ചേട്ടൻ ഇത് ആദ്യമായിട്ടല്ല, പല പ്രാവശ്യം കുട്ടികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.